കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വലിയ തോതിൽ തന്നെ വർധനയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലേക്കുള്ള കേന്ദ്ര ഗവൺമെൻറ് നിലപാടുകൾ സാമ്പത്തിക രംഗത്തെ തടസ്സപ്പെടുത്തലൊക്കെ ഉണ്ടായൊരു ഘട്ടമാണിത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നമ്മൾ കൊടുത്ത കേസ്, അവിടെ അതിൻ്റെ ഇൻ്ററിം ആപ്ലിക്കേഷൻ കൊടുത്തതിൻ്റെ വിധി വന്നിട്ടില്ല. ആ വിധി വളരെ പ്രതീക്ഷാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിനകത്ത് കേസ് കൊടുത്തു എന്നുള്ള കാരണം പറഞ്ഞ്, കേസ് കൊടുത്തതിൻ്റെ ഒറിജിനലായ ഇഷ്യൂ നമുക്ക് ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞിട്ട് സ്വതന്ത്രമായ രണ്ട് സ്ഥാപനങ്ങളായി പ്രവർത്തിക്കുന്ന കിഫ്ബിയുടെയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെയും പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നതുൾപ്പെടെ ഭരണഘടനാപരമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിബന്ധനകൾ വഴി സംസ്ഥാനത്തിന് പണം കിട്ടാത്തതിനെ പറ്റിയാണ്. സംസ്ഥാനത്തിന് അർഹമായ പണം കിട്ടണമെന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തത്. ആ കേസ് കൊടുത്തതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഈ കേസ് നടന്നു വരുമ്പോഴേക്കും കുറേ താമസം എടുക്കും. അതുകൊണ്ട് ഇൻട്രീമായിട്ട് ഞങ്ങൾക്ക് അടിയന്തരമായി 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയം സംസ്ഥാന സർക്കാർ എടുത്ത ചില തുക അധികമായിരുന്നു അന്ന് അനുവദിച്ചതിനേക്കാളും എന്ന് പറഞ്ഞ് 15ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് അത് വെട്ടിക്കുറച്ചു. 21,000 കോടി രൂപ, 21 മുതൽ 24,000 കോടി രൂപ വരെയാണ്. ആ വെട്ടിക്കുറച്ച പണം ഇപ്പോൾ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല. കാരണം 15ാം ധനകാര്യ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 21 മുതൽ ഈ ഗവൺമെൻറ്, രണ്ടാം ഗവൺമെൻറ് കാലത്താണ് വന്നത്. ആ സമയത്ത് മുൻപെടുത്ത 21,000 കോടി രൂപയിലധികം വെട്ടിക്കുറച്ചു. അതുകൂടാതെ പെൻഷൻ്റെയും കിഫ്ബി കമ്പനിയുടെയും പേര് പറഞ്ഞിട്ടുള്ള പണം എടുത്തതും വെട്ടിക്കുറച്ചു. അപ്പോൾ ഇത്തരം വെട്ടിക്കുറവുകൾ വാസ്തവത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളെ ബാധിക്കും. അത് പറഞ്ഞിട്ടാണ് പെറ്റീഷൻ കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് ആ കണക്കിൻ്റെ 14ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് അധികം എടുത്തു എന്ന് പറഞ്ഞ് പണം ഈ സമയത്ത് വെട്ടിക്കുറച്ചത് അത് അനുവദിക്കണം എന്നുള്ളതാണ് ഇൻട്രീം ആപ്ലിക്കേഷൻ കൊടുത്തത്. ഏതായാലും അതിൻ്റെ വിധി വന്നിട്ടില്ല. ആ സമയത്താണ് കേന്ദ്ര ഗവൺമെൻറ് നിങ്ങൾക്ക് പെറ്റീഷൻ നിങ്ങൾ കൊടുത്തല്ലോ എന്തായാലും, അപ്പോൾ ഈ മാർച്ച് വരെ തരാനുള്ള പണം തന്നെ തരില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തത്. നിങ്ങൾക്കറിയാം, നല്ലതുപോലെ അറിയാവുന്ന കേസ്. 15ാം തീയതിയാണ്, മാർച്ച് 15ാം തീയതിയാണ് ആ വിധി വന്നത്. അപ്പോൾ ഈ വർഷം നമ്മൾ പെറ്റീഷൻ കൊടുത്തതിൻ്റെ പേരിൽ ഈ വർഷം നമുക്ക് തരാൻ ഡ്യൂ ആയിരുന്ന പണം പോലും തരാത്തൊരവസ്ഥ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ കോടതി പറഞ്ഞു കേസ് കൊടുക്കുക എന്നുള്ളത് ഭരണഘടനാപരമായ ഒരു അവകാശമാണ്, അതുകൊണ്ട് ജുഡീഷ്യൽ റെമഡിക്ക് പോകുന്നത് തടയാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടാണ് ആ പണം റിലീസ് ചെയ്ത് തന്നത്. ഏതായാലും ആ സമയത്ത് ശമ്പളം കൊടുക്കാൻ പറ്റില്ല, പെൻഷൻ കൊടുക്കാൻ പറ്റില്ല, വലിയ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടന്നു. തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരം ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ല എന്നൊരു വാർത്ത വന്നപ്പോൾ അതിൽ നിന്നുള്ള ആഹ്ലാദം കൊണ്ടുണ്ടായതാണ്. നിങ്ങളോട് ചോദിച്ചല്ലോ നേരത്തെ, ഇവിടെ ട്രഷറിയിൽ പൂച്ച വെച്ച് പടക്കുകയാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേക യോഗമൊക്കെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഗതി എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. 22,000 കോടിയാണ് കഴിഞ്ഞ വർഷം മാർച്ച് മാസത്തിൽ കൊടുത്തതെങ്കിൽ കഴിഞ്ഞ വർഷം ആകെ കൊടുത്ത പണത്തേക്കാളും വലിയ തോതിൽ ഒരു വർഷം കാഷ് ഫ്ലോ വന്നിട്ടുണ്ട്. ആ 22,000 കോടിക്കപ്പുറം 26,000 കോടിയിലേക്ക് വരുന്ന തരത്തിലേക്ക് ചിലവ് വന്നു. അതിനകത്ത് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ്. പണം ഇഷ്ടം പോലില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള ധാരാളം പണം കേന്ദ്രം തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ധനകാര്യമന്ത്രി തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയ പൊതുയോഗത്തിന് വന്നപ്പോൾ പറഞ്ഞത് ഇതുതന്നെയാണ്, സംസ്ഥാനത്ത് മിസ്മാനേജ്മെൻറ്റ് കൊണ്ടാണ് പണമില്ലാത്തത്. ഞാനത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മിസ്മാനേജ്മെൻ്റ് അല്ല, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് വ്യക്തമാക്കിയതാണ് കോടതിയിലടക്കം കൊടുത്ത വാദമുഖങ്ങൾ. കോടതിയിൽ ഉൾപ്പെടെ കിടക്കുകയാണ് കേസ്. എന്തായാലും മിസ്മാനേജ്മെൻറ്റ് ഇല്ലയെന്ന് മാത്രമല്ല, നേരത്തെ ഞങ്ങൾ എടുത്തതിൻ്റെ പേര് 20,000 കോടി രൂപ കഴിഞ്ഞ് 2 വർഷം വെട്ടിക്കുറച്ചിട്ടും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാന വർധനയുണ്ടാക്കി 30,000 കോടിയോളം വരുമാന വർധനയുണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സാമൂഹ്യക്ഷേമ പെൻഷനായാലും ആശുപത്രി ചിലവായാലും അതിലൊന്നും ഒരു കുറവും വരത്തില്ല. ഇപ്പോൾ ഈ മാസം ഇന്ന് തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന് ഏകദേശം 750 കോടിയിലധികം രൂപ അവരുടെ നഷ്ടം നികത്തുന്നതിന് കൊടുത്തിട്ടുണ്ട്. 750 കോടിയിലധികം രൂപ. ഇന്ന് തന്നെ KSRTCക്കും അതുപോലെ KTDFCക്കും കൂടി 420 കോടിയോളം രൂപ, 410 കോടി രൂപയിലധികം കൊടുത്തിട്ടുണ്ട്. KSRTCക്ക് സാധാരണ കൊടുക്കുന്ന ഓരോ മാസവും കൊടുക്കുന്ന വലിയൊരു സഹായമുണ്ട്. നിങ്ങൾക്കറിയാം, ബഡ്ജറ്റിൽ 1000 കോടി വെക്കുകയും 1,500 2,000 കോടിയും കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ആ തുക ആണ്. അതുകൂടാതെ ഇന്ന് കൊടുത്തത് ആണ് ഞാൻ പറഞ്ഞത്. ഇതുവരെയുള്ള മുഴുവൻ SC ST OBC OEC അതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പുകൾ, മുന്നോക്കത്തിൽ പിന്നെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അടക്കം ധാരാളം സ്കോളർഷിപ്പുകളുണ്ട്. മുഴുവൻ സ്കോളർഷിപ്പും കഴിഞ്ഞ വരെയുള്ള എല്ലാ പെൻഡിങ്ങും തീർത്തു. അങ്ങനെ എല്ലാ പണവും കൊടുത്ത് എല്ലാ മേഖലയിലും കൊടുക്കാനുള്ള പണമെല്ലാം കൊടുത്തിട്ട് തന്നെയാണ് സർക്കാർ പോകുന്നത്. എന്നാൽ വലിയ തോതിൽ ഇനിയും സർക്കാരിന് കൊടുക്കാനുള്ള ബാധ്യതകൾ നിൽപ്പുണ്ട്. ഈ പണമൊക്കെ തരാതിരിക്കുമ്പോഴും ഒരാൾക്കും ബുദ്ധിമുട്ട് വരാതെ ഇത്രയും ചെയ്തു എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. എല്ലാ മേഖലയ്ക്കും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ചോദ്യത്തിലേക്ക് വരാം, ചോദ്യത്തിലേക്ക് വരാം. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ വളരെ നന്നായി പേയ്മെൻറ്റ് നടത്തിയൊരു വർഷമാണ്. അതിലങ്ങേ വർഷം നല്ല പേയ്മെൻറ്റ് നടത്തിയതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിക്കൊണ്ടിരുന്നൊരു വർഷം 2021 21 മാർച്ചിലാണല്ലോ ഈ കോവിഡ് കഴിയുന്ന സമയം. ആ വർഷം നമ്മൾ ആകെ കൊടുത്ത പേയ്മെൻറ്റ് 1,38,000 കോടിയാണ്. ആ 1,38,000 കോടിക്ക് പകരം ഇപ്പോൾ അത് വർദ്ധിച്ച്
1,68,000 70,000 കോടിയിലേക്ക് വന്നു. അപ്പം പണം അത്രയും നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നാൽ കേന്ദ്രം തന്നുകൊണ്ടിരുന്നത് വെട്ടിക്കുറച്ച് കൊണ്ടുപോവാണ്. ഇതാണ് സ്ഥിതി. അപ്പോൾ ആ സ്ഥിതിയിൽ കാര്യങ്ങൾ ഇത്രയും ചെയ്യുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഇയർ ടു ഇയർ ഒക്കെയാണ് സാധാരണ നമ്മൾ അക്കൗണ്ടിങ് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, അതിനങ്ങ് വർഷം എത്രയായിരുന്നു, ഈ വർഷം എത്രയായിരുന്നു, അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ ഈ മാസം മാത്രം ഇത്രയും വന്നിട്ടുള്ളത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനങ്ങളോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. അത് കൃത്യമായി ചെയ്യാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ചോദ്യം ചോദിച്ചത്